എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല മീൻ വെച്ചിട്ട് നല്ലൊരു ഫിഷ് ഫിംഗേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നല്ല ദശക്കട്ടയുള്ള മീൻ തന്നെ എടുക്കണം. മുള്ളുള്ള മീൻ എടുക്കരുത്. അത് നമ്മൾ നല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനടുത്ത് നമ്മൾ ഒരു അര നാരങ്ങയുടെ നീര് ചേർത്തിട്ട് ചേർക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മീനിലൊക്കെ ഒന്ന് ആ നാരങ്ങായും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് പറ്റുന്നത് പോലെ നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. മീനൊക്കെ ഇതുണ്ടോ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ വേണ്ടി മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂണ് മൈദയുടെ പൊടിയെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവ് വേണ്ട മീനായതുകൊണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ. അപ്പം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് മുട്ടയുടെ മിക്സ്ചർ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് ബ്രെഡിനകത്തോട്ടൊന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് ബ്രെഡ് തന്നെ പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മീനെല്ലാം ഓരോന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിനകത്തൊന്ന് മുക്കിയെടുക്കണം. നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുത്താലേ മീനിനകത്ത് മസാലയൊക്കെ പുറത്തിറങ്ങി പോകാതിരിക്കുള്ളൂ. ഇതുപോലെ നല്ലതുപോലെ കോട്ട് ചെയ്ത് നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി ആദ്യം എടുക്കാം. പിന്നെ നമുക്ക് ഒന്നിച്ച് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മൾ ഫിഷ് എല്ലാം ഇതുപോലെ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളൊരു കടയിൽ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഫിംഗർ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. 4-5 മിനിറ്റും കൊണ്ട് മീനും റെഡിയായി കിട്ടും. തീരെ കട്ടി കുറഞ്ഞ മീനല്ലായിരുന്നു. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഫിഷ് ഫിംഗർ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.